വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ കാണാതായ പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരനായ സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വേദനിപ്പിക്കുന്ന വിവരമാണ് നമുക്ക് മുന്നിലേക്ക് ഇന്ന് വന്നത്. 21 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് സമീപത്തെ കുളത്തിൽ നിന്നും മൃതദേഹം ലഭിച്ചത്. അപ്പോൾ കുട്ടിയുടേത് മുങ്ങിമരണമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. സംശയാസ്പദമായിട്ട് മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ കുട്ടിയുടെ മൃതദേഹത്തിൽ കണ്ടെത്താനായിട്ടില്ല. എന്നാലും എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. വൈകിട്ടോടുകൂടി മൃതദേഹം സംസ്കരിക്കും. പ്രതീക്ഷകളെല്ലാം വിഫലമായി കുഞ്ഞു സുഹാൻ കണ്ണീരോർമ്മയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി മൃതദേഹം ഏകദേശം 800 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് സുഹാന്റെ വീട്. ഇവിടെ നിന്നാണ് സുഹാൻ പുറത്തേക്ക് വന്നത്. 11 മണിയോടുകൂടി ഇന്നലെ ഇവിടെ നിന്ന് ഇതിലേക്ക് പുറത്തേക്ക് വരികയായിരുന്നു. സഹോദരനുമായി കളിക്കുകയായിരുന്നു കുട്ടി. കുഞ്ഞും അനിയനായിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് പിണങ്ങി കഴിഞ്ഞ് അങ്ങനെ വെളിയിലേക്ക് വന്നു. അമ്മ നിസ്കരിക്കുകയായിരുന്നു. ആ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. ഇതാണ് വീടിന് പുറത്തുള്ള പാത. സാധാരണഗതിയിൽ സുഹാൻ ഇത്തരം പ്രദേശങ്ങളിൽ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം ഇന്നലെ പരിശോധനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഈ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ പോലീസ് നായ ആദ്യം പോയത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു കുളമുണ്ട്, ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അവിടെയൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘവും ഫയർഫോഴ്സും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ ഈ കുളം കേന്ദ്രീകരിച്ചാണ് ഫയർഫോഴ്സിന്റെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നത്. പക്ഷെ ഇവിടെ നിന്നും കുട്ടിയെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബോഡി കണ്ടതായി നാട്ടുകാരിൽ ചിലർ അറിയിക്കുകയും അവിടേക്ക് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ഉൾപ്പെടെ ഓടി എത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ കുളത്തിലേക്ക് വരാൻ സാധാരണഗതിയിൽ അല്പം പ്രയാസവുമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ചാലാണ്. ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ചാലുണ്ട്. ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വീണമെന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. എന്തായാലും കുട്ടി മടങ്ങി വരും, ഒരു പോറലുമേൽക്കാതെ മടങ്ങി വരുമെന്ന പ്രതീക്ഷ, ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ എവിടെയായിരിക്കും കുട്ടി എന്നടക്കം നമ്മളൊക്കെ തന്നെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ആഘാതമായി നാടിനെ നടുക്കി അത്തരത്തിലൊരു വാർത്ത വരുന്നത്, ഇവിടെ നിന്ന് മൃതദേഹം കിട്ടുന്നത്. സുഹാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ്. വലിയ നൊമ്പരമാണ് നമുക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്ക് ആകെയും ഒക്കെയുള്ളത്. 21 മണിക്കൂർ നീണ്ട തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടായത് എന്നത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ക്യാമറമാൻ മൽഗോഷ് സി മോഹനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.